വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2018 ഒക്ടോബർ 25 നടന്ന RRB ഗ്രൂപ്പ് ഡി എക്സാമിലെ ചോദ്യപേപ്പറിലെ ജനറൽ സയൻസ് അതുപോലെ ജനറൽ അവയർനെസ് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. സോ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഓൾറെഡി നമ്മുടെ ചാനലിൽ 3ഓളം ചോദ്യപേപ്പറിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ചോദ്യപേപ്പറുകളും ആൻസറും അതോടൊപ്പം തന്നെ ഇന്നത്തെ ക്ലാസ്സിലെ ചോദ്യപേപ്പറും ആൻസറും കിട്ടാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആ ചാനലിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ GA ഭാഗങ്ങളുടെ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ, അല്ല ഇതിൽ തന്നിട്ടുള്ളതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ് ശരി എന്നാണ് ചോദ്യം. സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്ന് ഔട്ട് ഓഫ് ദ 124 എലമെൻറ്റ്സ് 22 ആർ നോൺ മെറ്റൽസ് ആൻഡ് അതേഴ്സ് ആർ മെറ്റൽസ്. അപ്പോൾ ഇത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ആണോ? നമുക്കറിയാം, നമ്മുടെ പീരിയോഡിക് ടേബിൾ ഒരുവിധം പഠിച്ചിട്ടുള്ള ഒരാൾക്കറിയാം 118 എലമെൻറ്റുകളാണ് ഇവിടെ വരുന്നത് നമ്മുടെ ഇപ്പോഴത്തെ പീരിയോഡിക് ടേബിൾ ഉള്ളത്. ഇനി ഇത് കൂടാം, പക്ഷേ ഇപ്പോൾ എത്രയാണുള്ളത്? 118 ഉള്ളത്. അത് 118ാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് ഓർഗാനിസൺ ആണ്. OG എന്ന റെപ്രസെൻ്റ് ചെയ്യുന്ന ഓർഗാനിസൺ. അപ്പോൾ അത് പിന്നെ പറയുമ്പോൾ തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെങ്കിൽ നമുക്ക് നോക്കി ഏതൊക്കെ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ബി ഓപ്ഷൻ എന്തായാലും വരത്തില്ല. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ എ ഓപ്ഷനും ഓപ്ഷൻ കട്ട് ചെയ്യാറുള്ള സമയം ആയിട്ടില്ല അല്ലേ. അപ്പോൾ നമുക്ക് രണ്ടാം സ്റ്റേറ്റ്മെൻറ്റ് കൂടെ നോക്കിയേ പറ്റത്തുള്ളൂ. ചില ചോദ്യങ്ങളാണെങ്കിൽ നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അറിയാമെങ്കിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അത് ചെയ്യാൻ പറ്റും. ഈ ചോദ്യം നോക്കിയേ, എവറി ഓർ ഈസ് എ മിനറൽ ബട്ട് എവറി മിനറൽ ഈസ് നോട്ട് ആൻ ഓർ. കൺഫ്യൂഷൻ വരും, ശ്രദ്ധിക്കുക. ഇവിടെ പറയുന്നത് എവറി ഓർ ഈസ് എ മിനറൽ, എല്ലാ ഓറുകളിൽ നിന്നും നമുക്ക് മിനറൽ കിട്ടും. അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എവറി മിനറൽ ഈസ് നോട്ട് ആൻ ഓർ, എല്ലാ ഭൂമിയിൽ കാണുന്ന മിനറലും എന്തല്ല, ആ മിനറലിൻ്റെ ഓർ അല്ല എന്നാണ്. ഇത് തികച്ചും ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇവിടെ കൺഫ്യൂഷൻ വരും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, എന്താണ് ഈ പറയുന്ന ഓർ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഭൂമിയിൽ നിന്നാണ് നമുക്ക് മിനറൽസ് കിട്ടുന്നത്. അപ്പോൾ ആദ്യം മിനറൽ എന്താണെന്ന് ഞാൻ പറയാം. എന്താണ് മിനറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ കിട്ടുന്ന ഇൻഓർഗാനിക് ആയിട്ടുള്ള ഒരേപോലത്തെ കെമിക്കൽ കോമ്പോസിഷൻ വരുന്ന വസ്തുക്കളെയാണ് നമ്മൾ മിനറൽ എന്ന് വിളിക്കുന്നത്. ഇരുമ്പ്, ഗോൾഡ്, പെട്രോളിയം, ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? മിനറലിന് എക്സാമ്പിളാണ്. ഈ മിനറൽ ഭൂമിക്കടിയിൽ എങ്ങനെയല്ല കാണുന്നത്, എപ്പോഴും സെപ്പറേറ്റ് ആയി കാണണമെന്നില്ല. അതായത് ഈ മിനറലിനോടൊപ്പം തന്നെ മറ്റ് ഇംപ്യൂരിറ്റീസും കൂടെ എന്ത് ചെയ്യാം, ആഡഡ് ആയിട്ട് കിടക്കാം. അങ്ങനെ ഈ മിനറൽ ഇംപ്യൂരിറ്റീസും കാണുമ്പോൾ ആ കാണുന്ന സ്ഥലത്ത് മിനറലിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അതുപോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമായിട്ടുള്ള മിനറലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ ഓർ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ഓർ എന്ന് വിളിക്കുന്നത്. ഇവിടെ നോക്കി നമുക്കിവിടെ നോക്കാം എന്താണ് മിനറലും ഓറും തമ്മിലുള്ള വ്യത്യാസം. സോ എന്താണ് മിനറൽ എന്ന് വെച്ചാൽ നാച്ചുറലി ഒക്കറിങ് സോളിഡ് ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ് വിത്ത് എ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആൻഡ് എ യൂണിഫോം കെമിക്കൽ കോമ്പോസിഷൻ. ഇവിടെ നിങ്ങൾ സോളിഡ് നോക്കണ്ട, ബാക്കി പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. കാരണം പെട്രോളിയം കൂടി ഇതിനകത്ത് വരുന്നു എന്നുള്ളതുകൊണ്ട്. ഇനി എന്താണ് ഒരു ഓർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓർ ഈസ് എ റോക്ക് ദാറ്റ് കണ്ടെയ്ൻ വാല്യൂബിൾ മിനറൽ. ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ദാറ്റ് ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് ടു ഒബ്റ്റെയിൻ മെറ്റൽസ്. ഇതിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആവശ്യമായിട്ടുള്ള എലമെൻറ്റുകൾ, മെറ്റൽ കിട്ടും. ഇനി ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഈ കണ്ടിട്ടുണ്ടോ ഈ പറയുന്ന അയൺ പൈറേറ്റ് എന്ന് പറയുന്ന സാധനം? എന്തുവാണ് അയൺ പൈറേറ്റ്? നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഫൂൾസ് ഗോൾഡ് എന്നറിയപ്പെടുന്ന സാധനം. ഇത് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഒന്നാണ്. എന്നാൽ ഈ അയൺ പൈറേറ്റിനകത്ത് മിനറലുണ്ട്. പക്ഷേ ഇത് എന്തല്ല, മിനറലിൻ്റെ നല്ലൊരു ഓർ അല്ല. കാരണം ഇതിനകത്ത് സൾഫർ എന്നൊരു സാധനമുണ്ട്, അതിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. സോ എക്കണോമിക്കലി നമുക്കിതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തത് കൊണ്ട് വലിയ ഗുണമൊന്നും കിട്ടത്തില്ല, സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. കാര്യം മനസ്സിലായോ? മിനറൽ എന്ന് പറയുന്ന സാധനം ഭൂമിയിൽ കാണും, പക്ഷേ ആ മിനറലും ഇംപ്യൂരിറ്റീസും ഉണ്ട്. അതിലെ മിനറലിൻ്റെ അളവ് കൂടുതലാണ്. അതിൽ നിന്ന് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മളതിനെ ഓർ എന്ന് വിളിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് വെറും മിനറലാണ്. അതാണ് ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം. സോ ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ നമുക്ക് എന്താണ്, ഓൺലി ബി ഈസ് ട്രൂ എന്ന ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരമെന്ന് പറയുന്നത്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന്, CBSE ടെക്സ്റ്റ് ബുക്കിലെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് തന്നേക്കുന്നതാണ്. സോ ടെക്സ്റ്റ് ബുക്കുകൾ ഉറപ്പായിട്ട് നോക്കണം. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ചോദ്യം, ഇൻ നെഗറ്റീവ് ആക്സിലറേഷൻ ദ വെലോസിറ്റി ഓഫ് എ ബോഡി ഡാഷ്. നെഗറ്റീവ് ആക്സിലറേഷൻ സംഭവിക്കുമ്പോൾ ഒരു ഒബ്ജക്റ്റിന് വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ വെലോസിറ്റി ഡിക്രീസസ് എന്നതാണ് അർത്ഥം. അപ്പോൾ നോക്കാം എന്താണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആക്സിലറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ്
വെലോസിറ്റിയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റം. സോ ആക്സിലറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന മാറ്റം. വി ഫൈനൽ വെലോസിറ്റിയാണ്, യു ഇനീഷ്യൽ വെലോസിറ്റി ആണെങ്കിൽ വി മൈനസ് യു ബൈ ടി, സമയത്തിനനുസരിച്ച് വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന മാറ്റമാണ് ആക്സിലറേഷൻ. ഇത് രണ്ടെണ്ണമാണുള്ളത്. പോസിറ്റീവ് ആക്സിലറേഷൻ നമ്മൾ വെറുതെ ആക്സിലറേഷൻ എന്ന് പറയും. നെഗറ്റീവ് ആക്സിലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്ന് പറയും. അപ്പോൾ പോസിറ്റീവ് ആക്സിലറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനലിൽ നിന്ന് ഇനീഷ്യൽ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. എന്ന് വെച്ചാൽ സമയത്തിനനുസരിച്ച് സ്പീഡ് എന്ത് ചെയ്യാണ്, അതായത് വെലോസിറ്റി എന്ത് ചെയ്യുകയാണ്, കൂടുകയാണ്. നെഗറ്റീവ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ പറയുന്ന ഫോർമുല ചെയ്യുമ്പോൾ ഉത്തരം നെഗറ്റീവ് ആയിരിക്കും. അതായത് വി എന്ന് പറയുന്ന ഫൈനൽ വെലോസിറ്റി കുറവും യു എന്ന ഇനിഷ്യൽ വെലോസിറ്റി കൂടുതലും ആയിരിക്കും. അപ്പോൾ എന്ത് പറ്റും, അവിടെ വെലോസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഉത്തരം എന്താണ്? സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ വെലോസിറ്റി എന്താണെന്നുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെലോസിറ്റി എന്ന് പറയുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണെന്ന് മനസ്സിലാക്കുക. അതിനെന്താണ് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് 22 അല്ല മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇതാണ് അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 1 മീറ്റർ എത്ര നാനോമീറ്റർ ആണെന്നാണ് ചോദ്യം. നിങ്ങൾ നാനോ ടെക്നോളജി എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ചെറിയ പാർട്സിലെ ഒബ്ജക്റ്റുകളെ അല്ലെങ്കിൽ ഉപകരണങ്ങളെ ചെറുതാക്കി എടുക്കുന്നതിനാണ് നമ്മൾ നാനോ ടെക്നോളജി അല്ലെങ്കിൽ ചെറിയ ചിപ്പ് ലെവലിലൊക്കെ ചെയ്യുന്നതാണ് നാനോ ടെക്നോളജി. അപ്പോൾ ഒരു മീറ്റർ എന്ന് വെച്ചാൽ എത്ര നാനോമീറ്റർ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കിവിടെ കറക്റ്റ് ഉത്തരം എന്ന് വെച്ചാൽ ഓപ്ഷൻ ഡി ആണ്. 10⁻⁹ ആണ്. 10⁻⁹ ആണ് എന്തെന്ന് പറയുന്നത്? 1 മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? 10⁻⁹. ഇവിടെ കിടപ്പുണ്ട് കണ്ടോ, 10⁻⁹ ആണ് എന്തെന്ന് പറയുന്നത്? നാനോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഏതൊരു യൂണിറ്റിനകത്ത് നമ്മൾ കുറച്ച് വേർഡ്സ് ഉപയോഗിക്കും. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണ്. മീറ്റർ എന്നതാണ് നമ്മുടെ ബേസ് യൂണിറ്റ് എങ്കിൽ 1 മീറ്റർ ഞാൻ എടുത്തു. ഓക്കെ, അതിൽ 10 മടങ്ങ് കൂടുമ്പോൾ 10 മീറ്റർ, അത് നമ്മൾ എന്ത് വിളിക്കും? ഡെക്കോമീറ്റർ എന്ന് വിളിക്കും. ഇനി 10 ഡെക്കോമീറ്റർ ചേരുമ്പോൾ ഒരു ഹെക്ടോമീറ്റർ ആവും. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? 100 മീറ്റർ എന്നാണ്. ഇനി 1000 മീറ്റർ, 10 മടങ്ങോട് കൂടുമ്പോൾ 1000 മീറ്റർ ആണ് എന്ത്? 1 കിലോമീറ്റർ എന്ന് പറയുന്നത്. അതുപോലെ 1 മീറ്ററിൻ്റെ ഒരു 10 മടങ്ങ് കുറവ് 0.1 മീറ്റർ ആണ് എന്ത്? 1 ഡെസിമീറ്റർ എന്ന് പറയുന്നത്. 1 മീറ്ററിൻ്റെ 0.01 ആണ് എന്തെന്ന് പറയുന്നത്? സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. 1 മീറ്ററിൻ്റെ 0.001 ആണ് എന്തെന്ന് പറയുന്നത്? 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത്. അതായത് മീറ്ററിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡെസി, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സെൻറ്റി, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മില്ലി. ഇങ്ങനെയാണല്ലോ നമ്മൾ യൂണിറ്റ് പോകുന്നത്. അപ്പോൾ ഇതൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. ഇനി നമുക്ക് നോക്കാം അല്ലേ, നമ്മുടെ വലിയ യൂണിറ്റുകളും ചെറിയ യൂണിറ്റുകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പ്രിഫിക്സുകൾ എന്തൊക്കെയാണെന്ന്, അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, കിലോ എന്ന് വെച്ചാൽ 10⁻3, മെഗാ എന്ന് വെച്ചാൽ 10⁻6 എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് നോക്ക്, 1 മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നോക്കാം, ഇപ്പോൾ നമുക്ക് കിലോ അല്ലേ പറഞ്ഞു, 1 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? 10⁻3 മീറ്റർ ആണ്. ഒരു മെഗാ അല്ലെങ്കിൽ ഒരു മെഗാ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? അത് 10⁻6 മീറ്റർ ആയിരിക്കും. ഗിഗ എന്ന് വെച്ചാൽ 10⁻9, ടെട്ര എന്ന് വെച്ചാൽ 10⁻12, പീറ്റ എന്ന് വെച്ചാൽ 10⁻15. ഇത്രയും മിനിമം നോക്കി വയ്ക്കുക. ഇനി കുറഞ്ഞു വരുന്ന കേസ് നമുക്ക് നോക്കാം. ഹെക്ടോ താഴെ കിടപ്പ് നമുക്കറിയാമല്ലോ. ഡെസി തൊട്ട് നോക്കാം. ഒരു ഡെസി മീറ്റർ എന്ന് വെച്ചാൽ 10⁻⁻1 മീറ്റർ. ഒരു സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ 10⁻⁻2 മീറ്റർ. ഒരു മില്ലിമീറ്റർ എന്ന് വെച്ചാൽ 10⁻⁻3 മീറ്റർ. ഒരു മൈക്രോമീറ്റർ എന്ന് വെച്ചാൽ 10⁻⁻6 മീറ്റർ. ഒരു നാനോമീറ്റർ എന്ന് വെച്ചാൽ 10⁻�9 മീറ്റർ. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബേസിക് യൂണിറ്റുകൾ പോകുന്നത്. ബാക്കിയുള്ളത് ചോദിച്ചു കണ്ടിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അതുകൂടെ പഠിച്ച് വയ്ക്കാം. അടുത്ത ചോദ്യം, ഇൻ ജനുവരി 2018 വിച്ച് ഓഫ് ദ ഇന്ത്യൻ വാസ് കൺഫേർഡ് വിത്ത് ഫ്രാൻസസ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ലെജൻഡ് ഡി ഓണർ? ലെജൻഡ് ഡി ഓണർ എന്ന അവാർഡ് 2018 കിട്ടിയത് ആർക്കാണ്? ഫ്രാൻസ് അല്ലെങ്കിൽ ഫ്രഞ്ച് സർക്കാർ കൊടുക്കുന്ന ഒരു പദവി അല്ലെങ്കിൽ ഒരു പുരസ്കാരമാണ് ഈ പറയുന്ന ലെജൻഡ് ഡി ഓണർ എന്ന് പറയുന്നത്. ലെജൻഡ് ഡി ഓണർ എന്ന് പറയുന്നത് ഇത് 2018 കിട്ടിയത് സൗമിത്ര ചാറ്റർജിക്കാണ്. നമ്മൾക്ക് കറണ്ട് അഫെയർ ആയിട്ട് പഠിക്കാനുണ്ട്. 2024 ഈ അവാർഡ് ലഭിച്ചത് ഫ്രഞ്ചിൻ്റെ ഹയസ്റ്റ് അവാർഡാണ്. നമ്മൾ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് പോലത്തെ അവാർഡാണ് ഇത്. ഫ്രഞ്ച് സിറ്റിസൺസിനും ഫോറിൻ സിറ്റിസൺസിനും കൊടുക്കാറുണ്ട്. നെപ്പോളിയൻ ബോണപ്പാർത്താണ് ഇത് കൊണ്ടുവരുന്നത്. 2024 ഇത് കിട്ടിയത് റോഷ്നി നാടാർ മൽഹോത്രയ്ക്കാണ്. റോഷ്നി നാടാർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, HCL ടെക്കിൻ്റെ ചെയർപേഴ്സൺ ആണ് ആരെന്ന് പറയുന്നത്? റോഷ്നി നാടാർ മൽഹോത്ര എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ HCLൻ്റെ ഫൗണ്ടർ അല്ലെങ്കിൽ ഉടമ ആരാണെന്നുള്ളത് നിങ്ങളിവിടെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജ് ഫ്രം 1 പോയിന്റ് ടു അനദർ. വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജ് ഫ്രം 1 പോയിന്റ് ടു അനദർ ആണ് എന്ത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ 20 ജൂള് ആണ് അതിനുവേണ്ടി ചിലവായ വർക്ക്. അങ്ങനെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 10 വോൾട്ട് ആണെങ്കിൽ അവിടെ എത്ര ചാർജിനെയാണ് മൂവ് ചെയ്തതെന്നാണ് ചോദ്യം. ഇത് ഇലക്ട്രിക്കൽ കറണ്ട്, ഇലക്ട്രിസിറ്റി എന്ന് വന്നൊരു ചോദ്യമാണ്, ബേസിക് ചോദ്യമാണ്, നിങ്ങൾക്കറിയാം.
പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് Q എന്ന ചാർജിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കാണ് അവിടുത്തെ എന്തായിട്ട് മാറുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ട് മാറുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ V എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യും. സോ V എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് W/Q ആണ്. ഇവിടെ V തന്നിട്ടുണ്ട് എത്രയാണ്? 10 വോൾട്ട് ആണ്. W തന്നിട്ടുണ്ട് എത്രയാണ്? 20 ജൂളാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് Q എങ്ങനെ കണ്ടുപിടിക്കും? Q ഈസ് ഈക്വൽ ടു, ഇവൻ താഴോട്ട് വരും, ഇവൻ മുകളിലോട്ട് പോകും അല്ലേ? അപ്പോൾ W/V ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 20/10 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ചാർജിൻ്റെ യൂണിറ്റ് കുളമ്പാണ്. സോ 2 കുളമ്പ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളതും അതിൻ്റെ ഫോർമുലയും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, എ ബോയ് ഓഫ് മാസ് 50 കിലോഗ്രാം. ഒരു കുട്ടിയുണ്ട്, അവൻ്റെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 50 കിലോഗ്രാം ആണ്. മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 50 കിലോഗ്രാം ആണ്. റൺസ് അപ്പ് എ സ്റ്റെയർ കേസ്. ഒരു പടി എന്ത് ചെയ്യാണ്? അവൻ ഓടി കയറുകയാണ്. ആ പടിയിൽ എത്ര സ്റ്റെപ്പ് ഉണ്ട്? 45 സ്റ്റെപ്പുകളാണ് മൊത്തത്തിൽ ഉള്ളത്. ആ സ്റ്റെപ്പ് കയറാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 10 സെക്കൻഡാണ്. ഒരു സ്റ്റെപ്പിൻ്റെ ഉയരം എന്ന് പറയുന്നത് എത്രയാണ്? 14 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടുത്തെ പവർ എത്ര എന്നതാണ് ചോദ്യം. സോ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ഡൂയിങ് വർക്കാണ്, അതായത് വർക്ക്. അപ്പോൾ വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എടുക്കാൻ പറ്റും? പവറിൻ്റെ ബേസിക് യൂണിറ്റ് എന്താണ്? വർക്ക് ബൈ ടൈം ആണ് എന്ത്? പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ വർക്ക് നമുക്കറിയണം അല്ലേ? വർക്ക് എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ നിന്ന കുട്ടി മുകളിലോട്ട് എത്തി. അപ്പോൾ ഇവിടെ എന്താണ് അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ M മാസമുള്ളൊരു കുട്ടി H എന്ന ഹൈറ്റിലോട്ട് എത്തിയെങ്കിൽ ഇവിടെ ചെയ്ത വർക്ക് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വർക്കിൻ്റെ അടിസ്ഥാന ഫോർമുല. എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഭൂമിയുടെ മുകളിലോട്ടല്ലേ കയറിയത്. അപ്പോൾ ഇവിടെ ചെയ്ത ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? mgക്ക് ഈക്വൽ ആയിരിക്കും. ഇനി ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ഹൈറ്റിന് ഈക്വൽ ആയിരിക്കും. സോ ഈ പറയുന്ന ഉയരത്തിലോട്ട് പോകാൻ ചെയ്ത വർക്കിൻ്റെ ഫോർമുല mgh ആണ്. സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ മാസ് 50 ഇൻറ്റു G എന്ന് പറയുന്നത് ഇവിടെ 10 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 10 ഇൻറ്റു ഹൈറ്റ് നമുക്കറിയില്ല. അപ്പോൾ ഹൈറ്റ് അറിയണം. ഹൈറ്റിന് എന്താ തന്നിട്ടുള്ളത്? ഒരു സ്റ്റെപ്പിൻ്റെ നീളം 14, അങ്ങനത്തെ 45 സ്റ്റെപ്പ്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 14 സ്റ്റെപ്പ്. 14 മീറ്റർ, ഒരു 14 മീറ്റർ ആണോ? സെൻറ്റിമീറ്റർ. 14 സെൻറ്റിമീറ്റർ ഒരു സ്റ്റെപ്പ്. അങ്ങനത്തെ എത്ര സ്റ്റെപ്പ്? 45. അപ്പോൾ 14 ഇൻറ്റു 45 ആണ് എന്തെന്ന് പറയുന്നത്? അത്രയും സെൻറ്റിമീറ്റർ ആണ് എന്താ ഇവിടുത്തെ ഉയരമെന്ന് പറയുന്നത്. അപ്പോൾ 14 ഇൻറ്റു 45 നിങ്ങൾ ചെയ്ത് നോക്കുക. സമയം കളയാതിരിക്കാൻ വേണ്ടി ഞാൻ തൽക്കാലം കാൽക്കുലേറ്റർ ചെയ്യുകയാണ്. 14 ഇൻറ്റു 45, 14 ഇൻറ്റു 45 630 സെൻറ്റിമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? ഉയരമെന്ന് പറയുന്നത്. ഈ സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ടാക്കാൻ ബൈ 100 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6.3 മീറ്റർ ആണ് നമ്മുടെ ഹൈറ്റ്. ഈ 6.3 മീറ്റർ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വർക്ക് എത്ര കിട്ടും? 50 ഇൻറ്റു 10 ഇൻറ്റു 6.3 ചെയ്യുമ്പോൾ 3150 ജൂൾ എന്ന് കിട്ടും നമ്മുടെ വർക്ക്. വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പവർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? വർക്കിന് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 3150 ബൈ ടൈം എത്രയാണ്? 10 സെക്കൻഡാണ്. ബൈ 10 ചെയ്യുമ്പോൾ 0 315 ആണ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. 315 ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? പവർ. പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടാണ്. അപ്പം 315 വാട്ടാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഒന്നുകൂടി ഇവിടെ പറയാൻ നോക്കിക്കോ. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് പവറാണ്. പവർ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് വെച്ചാൽ വർക്ക് ബൈ ടൈം. അപ്പോൾ വർക്ക് കണ്ടുപിടിക്കാനുള്ള ബേസിക് ഫോർമുല എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. പക്ഷേ ഭൂമിക്ക് ഗ്രാവിറ്റിക്കെതിരെ ചെയ്യുകയാണെങ്കിൽ ആ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിട്ട് മാറും? mgh ആയിട്ട് മാറും. ഓക്കെ, വർക്ക് എനർജി പവർ എന്ന ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം, പണ്ട് തൊട്ടേ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? വർക്ക് കിട്ടി. അപ്പോൾ ഇവിടുത്തെ പ്രശ്നക്കാരൻ ഹൈറ്റ് ആയിരുന്നു. അപ്പോൾ ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് വെച്ചാൽ ഒരു സ്റ്റെപ്പിൻ്റെ ഉയരം എന്ന് പറയുന്നത് 14 സെൻറ്റിമീറ്റർ. അങ്ങനത്തെ എത്ര സ്റ്റെപ്പുണ്ട്? 45 സ്റ്റെപ്പുണ്ട്. അപ്പോൾ മൊത്തം ഉയരം 14 ഇൻറ്റു എത്ര എണ്ണം? 45. അപ്പോൾ 14 ഇൻറ്റു 45 ആണ് ഇവിടുത്തെ മൊത്തം ഹൈറ്റ് എന്ന് പറയുന്നത്. ഈ ഹൈറ്റ് നമുക്ക് കിട്ടിയത് സെൻറ്റിമീറ്ററിലാണ്. സെൻറ്റിമീറ്റർ കിട്ടിയാൽ പറ്റുമോ? ഇല്ല. നമ്മുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് മീറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്താക്കി മാറ്റും? മീറ്ററിൽ ഉത്തരം എടുക്കും. ആ മീറ്ററിലുള്ള ഉത്തരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് കിട്ടി. വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താൽ മതി? ആ വർക്കിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈമിൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
who is the first Indian bowler to bag 5-wicket haul in all 3 formats of cricket. ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിലും 5 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് ആരെന്ന് ചോദിച്ചാൽ അത് ഭുവനേശ്വർ കുമാറാണ്. ഭുവനേശ്വർ കുമാറിനാണ് ആദ്യം ഇത് കിട്ടുന്നത്. 5 വിക്കറ്റ് ഈ പറയുന്ന ടെസ്റ്റ് T20യിലും കൂടി എടുക്കുമ്പോഴാണ് ഈ അവാർഡ് കിട്ടിയത് പുള്ളിക്ക്. അത് സൗത്ത് ആഫ്രിക്കൻ ടീമിനെതിരെ ആയിരുന്നു. ഇദ്ദേഹത്തിന് പുറമെ 5 വിക്കറ്റ് ഹോളുള്ള മറ്റ് ബോളേഴ്സ് നോക്കിയാൽ അജന്ത മെൻഡിസ് എവിടെയാണ് ശ്രീലങ്ക, ടിം സൗത്തി ന്യൂസിലാൻഡ്, ഉമർ ഗുൾ പാകിസ്ഥാൻ, ലസിത് മലിംഗ ശ്രീലങ്ക, ഇമ്രാൻ താഹിർ സൗത്ത് ആഫ്രിക്ക. ഇത്രയും കളിക്കാർക്കാണ് ഈ പറയുന്ന ഇത് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി ദ എബിലിറ്റി ഓഫ് എ മെറ്റൽ ടു ബി ഡ്രോൺ ഇൻ ടു തിൻ വയേഴ്സ്. ഒരു മെറ്റലിനെ ചെറിയ നൂലാക്കി മാറ്റുന്ന അതിൻ്റെ പ്രോപ്പർട്ടി വിളിക്കുന്ന പേര് ഡക്റ്റിലിറ്റി എന്നാണ്. അപ്പോൾ ഒരു മെറ്റലിനെ നമ്മൾ ചെറിയ നൂലാക്കി മാറ്റുന്ന പ്രോപ്പർട്ടി ഡക്റ്റിലിറ്റി. ഒരു മെറ്റലിൽ നമ്മൾ തട്ടുമ്പോൾ സൗണ്ട് കേൾക്കുന്നതാണ് എന്ത്? സോണോറസ് അല്ലെങ്കിൽ സോണോറിറ്റി എന്ന് പറയുന്നത്. മെറ്റലിൽ തട്ടുമ്പോൾ ടിങ് സൗണ്ട് കേൾക്കും. അതിനെ അടിച്ചു പരത്തി ഒരു ഷീറ്റ് ആക്കുന്നത് തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാലിയബിലിറ്റി എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? മാലിയബിലിറ്റി. ഇൻട്രാച്ചബിലിറ്റി എന്ന് പറയുന്ന മെറ്റലുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അത് എന്തിനോ ഏവനോ ചുമ്മാ അടുത്ത ഓപ്ഷനിൽ ഇട്ടതാണ്. നമ്മുടെ ഉത്തരം ഡക്റ്റിലിറ്റി. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതൽ കൂടിയ മെറ്റൽ ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? സ്വർണം അഥവാ ഗോൾഡ് ആണ്. ബാക്കി ഇതാ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ ട്രൂ അബൌട്ട് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ ഡിഫറൻറ്റ് മീഡിയം അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നോക്കിയോ, സൗണ്ടിൻ്റെ വേഗത ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കൂടുകയും ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് വെലോസിറ്റി എന്ത് ചെയ്യും? കുറയുകയും ചെയ്യുമെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെച്ചോളാം. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത്? ഈ പറഞ്ഞ 25 ഡിഗ്രി എന്ന് പറഞ്ഞത്. ഇനി 25 ഡിഗ്രിയിൽ സീ വാട്ടറിലൂടെ സൗണ്ട് പോകുന്നത് 1531 മീറ്റർ പെർ സെക്കൻഡും ഡിസ്റ്റിൽഡ് വാട്ടറിലൂടെ പോകുന്നത് 1498 മീറ്റർ പെർ സെക്കൻഡും ആണെന്ന് പറഞ്ഞാൽ ഇവിടെ ബോത്ത് എ ആൻഡ് ബി എന്ന് പറയുന്നത് ട്രൂ ആണ്. കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടുന്ന് കുറച്ച് പോയിന്റുകൾ മനസ്സിലാക്കിയെടുക്കാം. സൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? അത് എന്താണ്? പ്രൊപ്പഗേഷൻ ഓഫ് എനർജിയാണ്. സൗണ്ട് വൈബ്രേഷനിലൂടെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സൗണ്ടിന് പോകാനായിട്ടൊരു മീഡിയം ആവശ്യം ആണ്. വാക്യൂമിലൂടെ സൗണ്ട് ഒരിക്കലും സഞ്ചരിക്കില്ല. ഇനി സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് നമ്മൾ എടുത്താൽ സൗണ്ട് ഏറ്റവും വേഗതയിൽ പോകുന്നത് സോളിഡിലാണ്. അതിലും അലൂമിനിയത്തിലാണ് 6420 ഏറ്റവും വേഗത. അത് കഴിഞ്ഞാൽ ലിക്വിഡ്, അത് കഴിഞ്ഞാൽ ഗ്യാസ്. ഓക്കെ, അതിൽ 1531 കണ്ടോ ഇവിടെ പറയുന്ന ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് തന്നിട്ടുണ്ട്. അത് കറക്റ്റാണ്. സോ ഇതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ പോയി. അത്രയേ ഉള്ളൂ. ഇത്രയും കാണാതെ പഠിച്ചു വയ്ക്കുക എന്ന് വെച്ചാൽ അത്ര പോസിബിൾ അല്ല. നെക്സ്റ്റ് ചോദ്യം നമ്മൾ മുന്നത്തെ പ്രീവിയസ് ചോദ്യം ചെയ്തപ്പോൾ ഇത് ചെയ്ത ചോദ്യമാണ്. സെക്സ് ഓഫ് എ ചിൽഡ്രൻ വിൽ ബി ഡിറ്റർമിൻഡ് ബൈ ആരാണ്? ഫാദർ ആണ്. കാരണം XY ക്രോമസോം ഉള്ളത് അച്ഛനാണ്. അപ്പോൾ വുമൺസിനകത്തുള്ളത് XX ആണ്. അപ്പോൾ കുട്ടിയാണോ പെണ്ണോ തീരുമാനിക്കേണ്ടത് ഈ പറയുന്ന Y ക്രോമസോമാണ്. അപ്പോൾ ആരാണത്? അച്ഛനാണ്. കുട്ടിയാണോ പെണ്ണോ എന്ന് തീരുമാനിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. ഇനി 2018 അനുസരിച്ച് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആരെന്നാണ് ചോദ്യം. നമുക്കിപ്പോൾ അതറിയേണ്ട കാര്യമില്ല. ഓക്കെ, എന്നാലും നമ്മുടെ ഉത്തരവെന്ന് പറയുന്നത് ദീപക് മിശ്രയാണ്. ഇപ്പോഴത്തെ ഒന്ന് അറിഞ്ഞിരിക്കണം, ഉറപ്പാണ്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് നമ്മുടെ 51ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. പേരൊന്ന് ഓർത്ത് വയ്ക്കുമ്പോൾ സഞ്ജീവ് എന്ന് മാത്രം പഠിച്ചിട്ട് പോലെ. കാരണം സഞ്ജയ് മൽഹോത്ര സിമിലർ പേരാണ്. RBI ഗവർണറാണ്. അപ്പോൾ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുമാണ്. അപ്പോൾ കോഡൊക്കെ വെച്ച് പഠിച്ചോളാം, മാറിപ്പോലും. ഇരിക്കുന്നതാണ് നമ്മുടെ സഞ്ജീവ് ഖന്ന എന്ന് പറയുന്നത്. അടുത്ത് എക്കണോമിക് സർവേ 2017 പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ അരുൺ ജെയ്റ്റ്ലിയാണ്. കാരണം എക്കണോമിക് സർവേ അവതരിപ്പിക്കുന്നത് ആ സമയത്ത് ഫിനാൻസ് മിനിസ്റ്ററാണ്. അപ്പം നമുക്ക് ഇപ്പോഴത്തെ കാര്യം നോക്കാം. ഇപ്പോഴത്തെ 2024-25 നമ്മുടെ എക്കണോമിക് സർവേ അവതരിപ്പിച്ചത് ആരാണ്? അത് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററായിട്ടുള്ള നിർമ്മല സീതാരാമനാണ്. ഇപ്പോൾ എന്താണ് എക്കണോമിക് സർവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ബഡ്ജറ്റിന് മുമ്പ് അവതരിപ്പിക്കുന്ന ഒന്നാണ് എക്കണോമിക് സർവേ എന്ന് പറയുന്നത്. അതിൽ കഴിഞ്ഞ വർഷം നമ്മുടെ രാജ്യം എക്കണോമിക്കലി എങ്ങനെ പെർഫോം ചെയ്തു എന്നതിൻ്റെ ഡീറ്റെയിൽസാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിന് തയ്യാറാക്കുന്നത് നമ്മുടെ ചീഫ് എക്കണോമിക് അഡ്വൈസറിൻ്റെ നേതൃത്വത്തിലാണ്. ഇപ്പോഴത്തെ നമ്മുടെ ചീഫ് എക്കണോമിക് അഡ്വൈസർ എന്ന് പറയുന്നതാണ് ആനന്ദ് നാഗേശ്വരൻ. ആനന്ദ് നാഗേശ്വരൻ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ചോദ്യം, ഹു ഈസ് അരുണിമ സിൻഹ? അരുണിമ സിൻഹ എന്ന് പറയുന്നത് മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരിയും ലോകത്തിലെ 2ാമത്തെ വനിതയുമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അരുണിമ സിൻഹ എന്ന് പറയുന്ന ആരാണ്? ഫസ്റ്റ് ഇന്ത്യൻ ഫീമെയിൽ ആംപ്യൂട്ടി, അതായത് വികലാംഗയായ സ്ത്രീയാണ്. 2ാമത്തെ ലോകത്തിലെ വ്യക്തിയുമാണ് ആര് മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയത്? അവരുടെ ബുക്കാണ് ബോൺ എഗെയിൻ ഓൺ ദ മൗണ്ട്, ഹൗ ഐ ലോസ്റ്റ് എവറിത്തിങ് ആൻഡ് ഫൗണ്ട് ഇറ്റ് ബാക്ക്. ആരുടെ പുസ്തകമാണ്? ഈ പറയുന്ന
അരുണിമ സിൻഹയുടെ പുസ്തകമാണ് എന്ത്? ബോൺ എഗെയിൻ ഓൺ ദ മൗണ്ടൻ, ഹൗ ഐ ലോസ്റ്റ് എവറിത്തിങ് ആൻഡ് ഫൗണ്ട് ഇറ്റ് ബാക്ക്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കാമല്ലോ. അപ്പോൾ കണ്ടോ, സയൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇവിടെ ഉണ്ട്. അത് അറിയാമല്ലോ, വീണ്ടും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഹൗ മച്ച് വർക്ക് ഈസ് ഡൺ, വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. മൂവിങ് എ ചാർജ് ഓഫ് 5 കൂളമ്പ് എക്രോസ് 2 പോയിന്റ് ഹാവിംഗ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 16 വോൾട്ട്. അപ്പോൾ വീണ്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഈസ് ഈക്വൽ ടു W/Q. എന്ത് തന്നിട്ടുണ്ട്? Q തന്നിട്ടുണ്ട്. എത്രയാണ്? 5 കൂളമ്പ്. കൂളമ്പ് ഈസ് ദ യൂണിറ്റ് ഓഫ് ചാർജ്. വി തന്നിട്ടുണ്ട് എത്രയാണ്? 16. അപ്പോൾ ഇതിൽ നിന്ന് W കണ്ടുപിടിക്കണം. W എന്തായിരിക്കും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ V ഇൻറ്റു Q ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 16 ഇൻറ്റു 5 80. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത്. എക്സ്പ്ലനേഷൻ ആവശ്യമില്ലല്ലോ. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കണക്റ്റീവ് ടിഷ്യൂ. ഇതിൽ കണക്റ്റീവ് ടിഷ്യൂ അല്ലാത്തത് കാർട്ടിലേജ് ആണോ, മസ്കുലാർ ആണോ, അഡിപ്പോസ് ആണോ, ലിഗമെൻ്റ് ആണോ? കണക്റ്റീവ് ടിഷ്യൂ അല്ലാത്തത് മസ്കുലാർ ടിഷ്യൂ ആണ്. കാരണം ടിഷ്യൂ എന്ന് വെച്ചാൽ എന്താണ്? ടിഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സെല്ലാണ്. അതെന്ത് ചെയ്യും? ഒരു പ്രത്യേക വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂ സെല്ലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. ടിഷ്യൂവിനെ പറ്റിയുള്ള സ്റ്റഡി വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ അറിയപ്പെടുന്ന പേരാണ് ഹിസ്റ്റോളജി. ഈ ടിഷ്യൂസ് 4 തരത്തിലുണ്ട്. എപ്പിത്തീലിയൽ ഉണ്ട്, കണക്റ്റീവ് ഉണ്ട്, മസ്കുലാർ ഉണ്ട്, നെർവസ് ഉണ്ട്. അപ്പോൾ മസ്കുലാർ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ടിഷ്യൂ ആകുമ്പോൾ അതൊരിക്കലും കണക്റ്റീവ് ടിഷ്യൂ ആവില്ല. അടുത്ത ചോദ്യം, ഇൻ December 2017, which union minister launched a new startup incubation center called Center for Entrepreneurship Opportunities and Learning in Mangaluru? നിർമ്മല സീതാരാമനാണ് ഉത്തരം. അന്നത്തെ കറണ്ട് അഫെയർ ആണ്. നമുക്ക് നിർമ്മല സീതാരാമനെ പറ്റി അറിയാം. നിർമ്മല സീതാരാമനാണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫീമെയിൽ ഫിനാൻസ് മിനിസ്റ്റർ. ഇന്ത്യയിലെ ആദ്യത്തെ ഫുൾ ടൈം ഫീമെയിൽ ഫിനാൻസ് മിനിസ്റ്റർ ആര് എന്ന് ചോദിച്ചാൽ അത് നിർമ്മല സീതാരാമനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വുമൺ മിനിസ്റ്റർ ആരെന്ന് ചോദിച്ചാൽ അത് അമൃത് കൗർ ആണ്. മെഡിക്കൽ ഹെൽത്തിൻ്റെ മന്ത്രി ആയിരുന്നു ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയിൽ. അടുത്ത ചോദ്യം, ഇന്ദിരാ പ്രധാൻ ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വോളിബോളുമായി ബന്ധപ്പെട്ട ട്രോഫിയാണ് എന്ത്? ഇന്ദിരാ പ്രധാൻ. അപ്പോൾ വോളിബോളുമായി ബന്ധപ്പെട്ട മറ്റു ട്രോഫികൾ, ഒന്ന് ഇന്ദിരാ പ്രധാൻ, മറ്റൊന്ന് സെന്റിനൽ കപ്പ്, അതുപോലെ ശിവാന്തി ഗോൾഡ് കപ്പ് എന്ന് പറയുന്നത് വോളിബോളുമായി ബന്ധപ്പെട്ട ടൂർണമെൻറ്റുകളാണ്. ടൂർണമെൻറ്റുകളും അതിൻ്റെ ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളത് സ്ഥിരം ഗ്രൂപ്പ് ഡിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി അത് പഠിക്കണം. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് വരുന്ന ചോദ്യം എന്ന് പറയുന്നതാണ്, ഡാഷ് കംപ്ലീറ്റഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് കുത്തബ് മിനാർ ഇൻ ഡൽഹി. കുത്തബ് മിനാറിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ അത് ഇൽത്തുമിഷാണ്. എന്നാൽ ആരംഭിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ഖുത്ബുദ്ദീൻ ഐബക്കാണ്. അപ്പോൾ അതും ശ്രദ്ധിച്ചോളണം. അപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് ഇവിടുത്തെ ഉത്തരം ഇൽത്തുമിഷാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ സുൽത്താനേറ്റ് തുടങ്ങുന്നത് സ്ലേവ് ഡൈനാസ്റ്റിയിൽ നിന്നാണ്. അപ്പോൾ അത് സ്ഥാപിക്കുന്നത് ആരാണ്? ഖുത്ബുദ്ദീൻ ഐബക്ക്, അടിമകളുടെ അടിമ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് അല്ലേ. ഇതിന് മാമലൂക്ക് ഡൈനാസ്റ്റി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. സുൽത്താനേറ്റ് എന്ന് പറയുന്ന 1206 തൊട്ട് 1290 വരെയാണ് സുൽത്താനേറ്റ് അല്ലേ. സുൽത്താനേറ്റിനകത്ത് ഏതൊക്കെ വരുന്നുണ്ട്? അടിമ വരുന്നുണ്ട് അല്ലേ, ഖിൽജി വരുന്നുണ്ട്, ലോധി വരുന്നുണ്ട്, സയ്യിദ് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഹിസ്റ്ററിയിൽ വരുന്നതാണ്. അതിന് ഇൽത്തുമിഷിനെ പറ്റി നമുക്ക് നോക്കാം. ഓക്കെ. ഈ ബിക്കം ദ റൂൾ ഓഫ് സ്ലേവ് ഡൈനാസ്റ്റി 1211 തൊട്ട് 1236 വരെയാണ്. ഇദ്ദേഹമാണ് ഡൽഹി ക്യാപിറ്റലാക്കിയത്. അപ്പോൾ ഡൽഹി ക്യാപിറ്റലാക്കി ഭരിച്ച ആദ്യ മുസ്ലിം ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് ഇൽത്തുമിഷാണ്. ആരെന്ന് പറയരുത്? ഖുത്ബുദ്ദീൻ ഐബക്ക് എന്ന് പറയരുത്. തങ്ക എന്നും ജിറ്റാൽ എന്നുമുള്ള കോയിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇത് സ്ഥിരം ഒരു GK ചോദ്യമാണ്. ഇദ്ദേഹമാണ് കുത്തബ് മിനാറിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തത്. ജംഗിസ് ഖാൻ ഇന്ത്യ ആക്രമിക്കുന്ന സമയത്ത്, മറ്റേ മംഗോളിയൻ എംപയർ അറിയാലോ ജംഗിസ് ഖാൻ. അപ്പോൾ ആ സമയത്ത് ആരായിരുന്നു? ഇൽത്തുമിഷ് ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മകളാണെന്ന് തോന്നുന്നു അല്ലെ, റസിയ സുൽത്താന ഇദ്ദേഹത്തിന് ശേഷം എന്ത് ചെയ്യുന്നു? ഭരണത്തിലേക്ക് വരുന്നു. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എ സ്പെറിക്കൽ മിറർ ഈസ് ഈക്വൽ ടു ഡാഷ്. നമുക്കറിയാം എന്താണ് സ്പെറിക്കൽ മിറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്പിയറിൽ നിന്നും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന മിററാണ് സ്പെറിക്കൽ മിറർ വിച്ച് ഇസ് പാർട്ട് ഓഫ് എ സ്പിയർ. അത് കോൺകേവ് ഉണ്ട്, അകത്തോട്ട് വളഞ്ഞിരിക്കുന്നത്, പുറത്തോട്ട് വളഞ്ഞിരിക്കുന്ന കോൺവെക്സും ഉണ്ട്. അതിൻ്റെ സെൻറ്റർ പോയിന്റിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നത്. ഈ സെൻറ്റർ ഓഫ് കർവേച്ചർ തൊട്ട് ഈ പറയുന്ന പോള് വരെയുള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നത്. ഈ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ എന്ന് ചോദിച്ചാൽ, നമ്മളൊരു മിറർ എടുത്താൽ അതിന് സെൻറ്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്താൽ അതിന് നടുക്ക് വരുന്നൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൻ്റെ പേരാണ് ഫോക്കസ്. അപ്പോൾ ഫോക്കസിൻ്റെ ഇരട്ടിയാണ് എന്ത്? റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പോൾ ഇത്രയും റേഡിയസ് ഓഫ് കർവേച്ചർ ആണെങ്കിൽ ഇത്രയും എന്താണ്? ഫോക്കൽ ലെങ്ത് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇരട്ടിയാണ് ഇത്. സോ B ആണ് നമ്മുടെ ഉത്തരവെന്ന് പറയുന്നത്. 2F ഫോക്കൽ ലെങ്തിൻ്റെ ഇരട്ടിയാണ് റേഡിയസ് ഓഫ് കർവേച്ചർ.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്ലാന്റ് ഹോർമോൺ. ഇതിൽ പ്ലാന്റ് ഹോർമോൺ അല്ലാത്തത് ഏത്? ഒറ്റ നോട്ട് ചെയ്താൽ നമുക്കറിയാം അഡ്രിനാലിൻ, അത് നമുക്കുള്ളതാണ് അല്ലേ. ബാക്കിയെല്ലാം പ്ലാന്റ് ഹോർമോൺ ആണ്. അപ്പോൾ നമുക്കറിയാം അഡ്രിനാലിനാണ്. അപ്പോൾ അഡ്രിനാലിൻ എന്താണെന്ന് അറിയാമല്ലോ, നമുക്ക് സ്ട്രെസ്സ് വരുമ്പോഴത്തേക്ക്, നമ്മൾ ഡേഞ്ചറസ് വരുമ്പോൾ ഒക്കെ വരുന്ന എമർജൻസി ഹോർമോണാണ് എന്തെന്ന് പറയുന്നത്, അഡ്രിനാലിൻ എന്ന് പറയുന്നത്. അതിന് എപ്പിനെഫ്രിൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഫൈറ്റ് ടു ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് തരുന്ന ആരാണ്? അഡ്രിനാലിനാണ്. അഡ്രിനാലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അഡ്രീനൽ ഗ്ലാൻഡാണ്. അത് കിഡ്നിയുടെ മുകളിലാണ് എന്ത് ചെയ്യുന്നത്, കാണപ്പെടുന്നത്. ഓക്കെ, അത്രയും പോയിന്റെങ്കിലും മിനിമം ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത ചോദ്യം, മെൻ്റൽ ലീവ് കുഡ് നോട്ട് അസൈൻ എ കറക്റ്റ് പൊസിഷൻ ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെൻറ്റ്. പീരിയോഡിക് ടേബിളിൽ നിന്ന് വീണ്ടും ചോദ്യം. അതെ, ഏതാണ് ഇത്? പീരിയോഡിക് ടേബിൾ പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, ഹൈഡ്രോജനെയാണ് നമുക്ക് മെൻ്റൽ ലീവിനെ അറേഞ്ച് ചെയ്യാൻ പറ്റാത്ത. കാരണം ഈ ഹൈഡ്രോജനകത്ത് ആൽക്കലി മെറ്റലിൻ്റെയും അതുപോലെ ഹാലോജൻ്റെയും പ്രോപ്പർട്ടീസ് കാണിക്കും. അപ്പോൾ പീരിയോഡിക് ടേബിൾ ഏറ്റവും വലിയ ഡ്രോബാക്സിൽ ഒന്നായിരുന്നു ഹൈഡ്രോജൻ്റെ പൊസിഷൻ ഫിക്സ് ചെയ്യാൻ പറ്റാത്തത്. അടുത്ത ചോദ്യം, ഏത് എലമെൻ്റാണ് പീരിയോഡിക് ടേബിളിൽ മാക്സിമം നമ്പർ ഓഫ് കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അപ്പോൾ നമുക്കറിയാം മാക്സിമം നമ്പർ ഓഫ് കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഉത്തരം കാർബൺ ആണ്. കാരണം കാർബണിൻ്റെ നമുക്കറിയാമല്ലോ, കാർബണിൻ്റെ വാലൻസി എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. അതായത് അറ്റോമിക് നമ്പർ എന്ന് പറയുന്ന 6. അപ്പോൾ ആദ്യം 2 പിന്നെ 4, അതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സോ 4 എണ്ണം ഉണ്ട്. അപ്പോൾ 4 കൊടുക്കാനും പറ്റത്തില്ല, 4 വാങ്ങാനും ബുദ്ധിമുട്ടായതുകൊണ്ട് 4 പേര് തമ്മിൽ എന്ത് ചെയ്യും? കോവാലൻ്റ് ബോണ്ടുകൾ ഫോം ചെയ്യും. അങ്ങനെ ഒരുപാട് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യാൻ ആർക്ക് പറ്റും? കാർബണ് പറ്റും. ആ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് കാറ്റിനേഷൻ പ്രോപ്പർട്ടി. ലോങ് ചെയിൻസ് ഫോം ചെയ്യാനുള്ള പ്രോപ്പർട്ടിയാണ് എന്ത്? കാറ്റിനേഷൻ പ്രോപ്പർട്ടി. അതുകൊണ്ട് ഒരുപാട് കോമ്പൗണ്ടുകൾ ആർക്കുണ്ട്? കാർബണുണ്ട്. കാർബണിൻ്റെ വാലൻസിയും അതിൻ്റെ സ്മോൾ സൈസും വീണ്ടും അതിനെ എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നു. കാർബണ് പലതരം അലോട്രോപ്പുകളുണ്ട്. ഗ്രാഫൈറ്റും ഡയമണ്ടും ഗ്രാഫീനും ഒക്കെ എന്താണ്? കാർബണിൻ്റെ അലോട്രോപ്സ് ആണ്. അടുത്ത ചോദ്യം, ഇൻ ലിക്വിഡ് എ സ്മോൾ ഫ്രാക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ് അറ്റ് ദ സർഫസ് ഹാവ് ഡാഷ്. അതായത് നമ്മൾ ലിക്വിഡ്സ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബീക്കർ ലിക്വിഡ് എടുത്താൽ അതിൻ്റെ സർഫസിൽ കാണുന്ന കുറച്ച് എന്താണ് നമ്മുടെ മോളിക്യൂളുകൾക്ക് പൊട്ടൻഷ്യൽ എനർജിയാണോ കൈനറ്റിക് എനർജിയാണോ കൂടുതൽ, അതോ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി കുറവാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്. ഇവർക്ക് കൈനറ്റിക് എനർജി കൂടുതലാണ്. കാരണം ഇവരുടെ മുകളിൽ എന്താണ്, കൊഹസീവ് ഫോഴ്സ് കൊടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഇവരുടെ കൈനറ്റിക് എനർജി കൂടുതലാണ്. അതുകൊണ്ട് ഇവർ എന്ത് ചെയ്യും? എനർജി കൊടുത്ത് ചാടി പുറത്ത് ഗ്യാസ് ആയിട്ട് മാറും. അതിനാണ് നമ്മൾ ഇവോപ്പറേഷൻ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ഇവോപ്പറേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സർഫസിൽ കാണുന്ന ലിക്വിഡ് മോളിക്യൂൾസിന് എന്താണ് കൂടുതൽ? കൈനറ്റിക് എനർജിയാണ് കൂടുതൽ. ഇൻ ലിക്വിഡ്സ് എ സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ് അറ്റ് ദ സർഫസ് ഹാവിംഗ് ഹയർ കൈനറ്റിക് എനർജി ഈസ് ഏബിൾ ടു ബ്രേക്ക് away from the forces of attraction of other particles and get converted into vapor. This is called evaporation. Evaporation ഹീറ്റിനകത്തൊക്കെ ബന്ധപ്പെട്ട് വരുന്നതാണ്. ഈ 2017 മാഡ്രിഡ് ഓപ്പൺ ടൈറ്റിൽ ജയിച്ചത് ആരെന്ന് ചോദിച്ചാൽ റാഫേൽ നഡാലാണ് ഉത്തരം. അന്നത്തെ കറണ്ട് അഫെയർ നമുക്ക് ഇന്ന് നോക്കാം. ആൻഡ്രി റുബ്ലേവ് എന്നാണെന്ന് തോന്നുന്നു, കാരണം റഷ്യക്കാരനാണ്, റഷ്യൻ പേരാണ്. 2024 ട്രോഫി ജയിച്ചത് ആരാണ്? ആൻഡ്രി റുബ്ലേവ് ആണ്. അപ്പോൾ മാഡ്രിഡ് ഓപ്പൺ എന്ന് പറയുന്നത് കളിമൺ കോർട്ടിൽ നടക്കുന്ന ടെന്നീസ് ടൂർണമെൻ്റാണ്. ഇവിടെ സ്പെയിനിലാണ് മാഡ്രിഡ് ഉള്ളത്. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഇംപ്ലിമെൻറ്റിംഗ് മിനിസ്ട്രി ഓഫ് ജീവൻ ജ്യോതി ഭീമ യോജന. ജീവൻ ജ്യോതി ഭീമ യോജന മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PMJJBY എന്ന് പറയും. ഒരു വർഷത്തെ ഇൻഷുറൻസ് ആണ്. 2 ലക്ഷം രൂപ വരെ എന്ത് ചെയ്യും? അയാൾ മരിച്ചാൽ കിട്ടും. പ്രീമിയം വെറും 436 രൂപയേ ഉള്ളൂ. നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ എടുത്തോ. 2015-16 നമ്മുടെ BJP ഗവൺമെൻറ്റാണ് ഇത് കൊണ്ടുവന്നത്. അടുത്ത്, ഇൻ ദ ഫിഗർ ഗിവൺ ബിലോ ഇഫ് എൻ ഒബ്ജക്റ്റ് ഈസ് മൂവ്ഡ് ഫ്രം A to B, എയിൽ നിന്ന് ബിയിലോട്ട് ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാണ്. ഒന്നാമത്തെ പാത്ത് നേരെ മൂവ് ചെയ്തു, രണ്ടാമത്തെ പാത്ത് ഇങ്ങനെ ചരിച്ച് മൂവ് ചെയ്തു. ചോദ്യം, ഇൻ വിച്ച് സിറ്റുവേഷൻ ദ വർക്ക് ഡൺ ബൈ ദ ഒബ്ജക്റ്റ് ഈസ് MGT. ഇവിടുത്തെ ഏത് സിറ്റുവേഷനിലാണ് ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താവുന്നത്? MGT ആവുന്നത്. MGT എന്ന് വെച്ചാൽ MGH ആവുന്നതാണ് ചോദ്യം. ഇവിടെ മനസ്സിലാക്കുക, നമ്മുടെ ഒബ്ജക്റ്റിനെ ഒരു ഹൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ നമുക്ക് വർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഞാൻ നേരത്തെയും പറഞ്ഞു, വർക്ക് എന്ന് പറഞ്ഞാൽ അത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? ചേഞ്ച് ഇൻ പൊസിഷൻ. ആ ഒബ്ജക്റ്റ് ആദ്യം വരുന്ന പൊസിഷനും അവസാനം വരുന്ന പൊസിഷനും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ദൂരമാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇവിടുത്തെ 2 കേസിലും ആദ്യം അവസാനം വരുന്ന പോയിന്റ് സെയിം ആണ്. അതിപ്പോൾ ഇങ്ങനെ പോയാലും ആദ്യം വരുന്നത് ഇവിടെ, അവസാനം വരുന്നത് ഇവിടെ, ആദ്യം വരുന്നത് ഇവിടെ, അവസാനം വരുന്നത് ഇവിടെ. സോ ഇറ്റ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ പാത്ത്. സോ ഉത്തരം എന്തായിരിക്കും? ബി ആയിരിക്കും. ബോത്ത് പാത്ത് 1 ആൻഡ് 2 എന്തായിരിക്കും? വർക്ക് ഡൺ സെയിം ആയിരിക്കും.
വിച്ച് സ്റ്റേറ്റ് ഈസ് ദ ഹോം ടു താജ്മഹൽ? താജ്മഹൽ ഏത് സ്റ്റേറ്റിലാണ്? ഉത്തർപ്രദേശിലാണ് താജ്മഹൽ, ആഗ്രയിലാണ് അല്ലേ. അപ്പോൾ ഉത്തർപ്രദേശ് ഏപ്രിൽ 1, 1937 രൂപപ്പെട്ടു. അതിൻ്റെ അന്നത്തെ പേര് യുണൈറ്റഡ് പ്രോവിൻസ് എന്നായിരുന്നു ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ. പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, 50 ഉത്തർപ്രദേശായിട്ട് മാറുന്നത്. ഉത്തർപ്രദേശിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എവിടെയാണ്? അത് ലഖ്നൗ ആണ്. നമ്മുടെ കുംഭമേള 25 നടന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ കുംഭമേള നടക്കുന്ന ത്രിവേണി സംഗമത്തിൽ ഏതൊക്കെ നദികളാണ് സംഗമിക്കുന്നത്? ഗംഗ, യമുന, സരസ്വതിയാണ്. കുംഭമേളയിൽ സ്നാനം ചെയ്യുന്നതിന് നമ്മൾ സാഹി സ്നാനം എന്നാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് കറണ്ട് അഫെയർ, കുംഭമേളയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് ലോഞ്ച് ചെയ്ത മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര് മഹാകുംഭമേള 2025 ആപ്പ് എന്നാണ്. ഇത് ഓപ്ഷനിൽ കണ്ടാൽ നിങ്ങൾ മിക്കവാറും കറുപ്പിക്കത്തില്ല, ഓർത്ത് വെച്ചോ, കാരണം നമ്മൾ പറ്റിക്കുന്നതാണെന്ന് തോന്നുന്നു അല്ലേ. പക്ഷേ മഹാകുംഭമേള 2025 ആപ്പ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഔട്ട്സ്റ്റാൻഡിംഗ് പാർലമെൻറ്റേറിയൻ അവാർഡ്, റിപ്പീറ്റഡ് ചോദ്യം, ആർക്കാണത്? അത് ഭർതൃഹരി മഹത്താബിനാണ് കിട്ടിയത്. അന്നത്തെ കറണ്ട് അഫെയർ ആയതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. ഇനി ഫാറ്റ്സ് ആൻഡ് ഓയിൽ ബിക്കം റാൻസിഡ് ബിക്കോസ് ഓഫ്, നമ്മുടെ ഫുഡൊക്കെ ഉണ്ടല്ലോ, തുറന്നിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നാറത്തില്ല, ഒരു വൃത്തിയുടെ സ്മെല്ല് വരത്തില്ലേ, അതാണ് റാൻസിഡിറ്റി എന്ന് പറയുന്നത്. അത് എന്ത് കാരണം നടക്കുന്നു എന്ന് ചോദിച്ചാൽ ഓക്സിഡേഷൻ കാരണമാണ് നടക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഫുഡ് മെറ്റീരിയൽസ് ചീത്തായി പോകുന്നു എയറുമായിട്ട് എക്സ്പോസ് ചെയ്തിരിക്കുമ്പോൾ, അതിനാണ് റാൻസിഡിറ്റി അല്ലെങ്കിൽ റാൻസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ നമ്മളത് പഠിക്കും, ആസിഡിൻ്റെ ചാപ്റ്ററിൽ പഠിക്കും ഇത്. ഓക്കെ, ഈസോഫാഗസ് ലൈനിങ്ങിൽ കാണപ്പെടുന്നത് ഏതാണ്? സ്ക്വാമസ് എപ്പിത്തീലിയം ആണോ, സീലിയേറ്റഡ് ആണോ, കോളുംനാർ ആണോ, ഗ്ലാൻഡുലാർ ആണോ? സ്ക്വാമസ് ആണ് നമ്മുടെ ഉത്തരവെന്ന് പറയുന്നത്. അപ്പോൾ എപ്പിത്തീലിയൽ സെൽസുകൾ അല്ലെങ്കിൽ എപ്പിത്തീലിയൽ ടിഷ്യൂസ് നമുക്ക് 4 ആയിട്ട് തിരിക്കാം. സിമ്പിൾ സ്ക്വാമസ് ദാ കിടക്കുന്നു, സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് ദാ കിടക്കുന്നു, കോളുംനാർ ദാ കിടക്കുന്നു, ക്യൂബോയിഡൽ എപ്പിത്തീലിയം ദാ കിടക്കുന്നു. ബയോളജി 9ാം ക്ലാസ്സിലെ ടോപ്പിക്കാണ്. ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം, കൂടുതൽ വിശദീകരിച്ച് പറയാം. ഹു ഇസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് ദ ഇൻ്റർപ്രറ്റർ ഓഫ് മാൽദീവ്സ്? ജൂംബ ലഹരിയാണ് അദ്ദേഹം. ഈ പറയുന്ന സ്ത്രീക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തിക്ക് എന്താണ് പുലിറ്റ്സർ പ്രൈസ് കൊടുത്ത കൃതിയാണ് എന്ത്? ഈ പറയുന്ന എന്താണ് നമ്മുടെ ഇൻ്റർപ്രറ്റർ ഓഫ് മാൽദീവ്സ് എന്ന് പറയുന്നത്. മറ്റ് പ്രധാനപ്പെട്ട ബുക്കുകൾ അൺഅക്വസ്റ്റംഡ് എർത്ത്, ദ ലോലാൻഡ്, വെയറബൌട്ട്സ്, ഇൻ അതർ വേർഡ്സ്, റോമൻ സ്റ്റോറീസ് ആണ് എന്ത് പ്രധാനപ്പെട്ട ബുക്കുകൾ എന്ന് പറയുന്നത്. അന്നത്തെ കറണ്ട് അഫെയർ ആയിരുന്നു, നോക്കുക. ഇനി അതും കറണ്ട് അഫെയർ ആണ്. ഓക്കെ, ഈ പറയുന്ന റഷ്യൻ ബോയ് ഫ്രണ്ടിനെ കല്യാണം കഴിച്ച സൗത്ത് ഇന്ത്യൻ നടി ഏതെന്നാണ്? അവർ ടെന്നീസ് പ്ലെയർ, അവരല്ല, ആ കല്യാണം കഴിച്ച ആളൊരു ടെന്നീസ് പ്ലെയറാണ്. അത് ശ്രേയാ ശരണാണ് നമ്മുടെ ഉത്തരം. അന്നത്തെ കറണ്ട് അഫെയർ ആണ്, ഇന്ന് ഇമ്പോർട്ടൻ്റ് അല്ല. അടുത്ത്, ഹൂ ഡെമോൺസ്ട്രേറ്റഡ് ദ ഒബ്ജക്റ്റ് ഓഫ് ഡിഫറൻറ്റ് മാസസ് വുഡ് റീച്ച് ദ ഗ്രൗണ്ട് ടുഗദർ വെൻ ഡ്രോപ്ഡ് ഫ്രം ദ സെയിം ഹൈറ്റ്? അല്ലേ, നമുക്ക് രണ്ട് ഒബ്ജക്റ്റുകൾ, ഡിഫറൻറ്റ് മാസുള്ള ഒബ്ജക്റ്റുകൾ മുകളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്താൽ ഒരേ സമയം കൊണ്ട് ഒരു താഴെ എത്തുമെന്ന് തെളിയിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ഗലീലിയോ ഗലീലിയാണ്. നമ്മുടെ ചരിഞ്ഞ ഗോപുരത്തിൽ നിന്നാണ് ഈ പറയുന്ന സംഭവം അദ്ദേഹം പ്രൂവ് ചെയ്തത്. ഇത് പിന്നീട് നമ്മുടെ വാക്യൂം അല്ലെ കോയിൻ ആൻഡ് ഫെദർ എക്സ്പെരിമെൻ്റ് വെച്ച് ന്യൂട്ടൺ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കാണിക്കുന്നുണ്ട്. കാരണം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, നമ്മുടെ ഭൂമിയിൽ ഒരു ഒബ്ജക്റ്റ് താഴോട്ട് വരാൻ എത്ര സമയം എടുക്കും തീരുമാനിക്കുന്നത് അവിടുത്തെ ആക്സിലറേഷനാണ്. ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് വെച്ചാൽ അത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിനെയും ഭൂമിയുടെ മാസിനെയും അതുപോലെ ഭൂമിയുടെ റേഡിയസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇത് എന്തിന് ഡിപ്പെൻഡ് ചെയ്യത്തില്ല? ഒബ്ജക്റ്റിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അതായത് ഞാനൊരു കോയിനും ഫെദറും ഒരേ സമയം ഡ്രോപ്പ് ചെയ്താൽ രണ്ടും ഒരേ സമയം കൊണ്ട് എന്ത് ചെയ്യണം, താഴെ എത്തണം. പക്ഷെ അങ്ങനെ എത്താത്തതിൻ്റെ കാരണം ഇവിടെയുള്ള എയറിൻ്റെ ഫ്രിക്ഷൻ കാരണമാണ്. അതാദ്യം പറഞ്ഞത് ആരാണ്? ഗലീലിയോ ആണ്. പ്രൂവ് ചെയ്യുന്നത് പിന്നീട് ന്യൂട്ടനാണ്. ശരി, അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊഡ്യൂസസ് ടെസ്റ്റോസ്റ്റെറോൺ? ടെസ്റ്റിക്കിൾസ് ആണ് എന്ത് ചെയ്യുന്നത്, ടെസ്റ്റസ് ആണ് എന്ത് ചെയ്യുന്നത്, ടെസ്റ്റോസ്റ്റെറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, മുമ്പ് നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. 61-ൽ ഇന്ത്യയുടെ ഭാഗമായ സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ അത് ഗുജറാത്താണ്. ഓക്കെ, ബോംബെ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഗുജറാത്ത് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു 60-ൽ. ഓക്കെ, 1 മെയ് 1960-ലാണ് അത് കറക്റ്റ് വരുന്നത്. അപ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ ബോംബെ എന്ന് പറയുന്ന സ്റ്റേറ്റിനെ ഡിവൈഡ് ചെയ്ത് ഗുജറാത്തും മഹാരാഷ്ട്രയുമാക്കി. ഗുജറാത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്ന രവിശങ്കർ മഹാരാജാണ്. അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, ഗുജറാത്ത് രൂപപ്പെടുന്ന ആ പറയുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോഴത്തെ ഗുജറാത്ത് CM എന്ന് പറയുന്നത് ഭൂപേന്ദ്ര പട്ടേലാണ്. ഗവർണർ എന്ന് പറയുന്നത് ആചാര്യ ദേവ്രത്താണ്. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ? ഇതിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? A balanced chemical equation has an equal number of protons of different elements in the reactant and the product side. അപ്പോൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാണല്ലോ നമ്മളെ ആരോ മാർക്ക്. ഇതിൻ്റെ ഇപ്പുറത്ത് കാണുന്നത് എന്താണ്? റിയാക്റ്റൻ്റ് ആണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് എന്താണ്? പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇത് പറയുന്നത് റിയാക്റ്റൻറ്റും പ്രോഡക്റ്റ് സൈഡിനകത്തുള്ള പ്രോട്ടോണുകളുടെ എണ്ണം സെയിം ആയിരിക്കും എന്നാണ്. അത് ശരിയാണ്. കാരണം ഒരു കെമിക്കൽ ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ്റെ ഇടതുവശത്തും വലതുവശത്തും, അതായത് റിയാക്റ്റൻ്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലുമുള്ള
ആറ്റത്തിൻ്റെ എണ്ണം സെയിം ആണ്. ആറ്റത്തിൻ്റെ എണ്ണം സെയിം ആണെങ്കിൽ അതിനകത്തുള്ള പ്രോട്ടോണിൻ്റെ എണ്ണവും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. സോ ഇത് ശരിയാണ്. ഇൻ ആൻ അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഹാസ് എൻ അൺഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ഇതും ശരിയാണ്. അപ്പോൾ എന്താണ്? എ ആൻഡ് ബി ആർ ബോത്ത് ട്രൂ ആണ് ഇവിടുത്തെ ഉത്തരം. അപ്പോൾ മനസ്സിലാക്കുക എന്താണ് ബാലൻസ്ഡ് ഇക്വേഷൻ. ഒരു കെമിക്കൽ ഇക്വേഷൻ്റെ റിയാക്റ്റൻ്റ് സൈഡിലെയും പ്രോഡക്റ്റ് സൈഡിലെയും ആറ്റങ്ങളുടെ എണ്ണം സെയിം ആണെങ്കിൽ അതാണ് എന്ത്? ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു ബാലൻസ്ഡ് ഇക്വേഷനിൽ ആറ്റങ്ങളുടെ എണ്ണം സെയിം ആയിരിക്കും. ആറ്റത്തിൻ്റെ എണ്ണം സെയിം ആണെങ്കിൽ അതിനകത്തുള്ള പ്രോട്ടോണിൻ്റെ എണ്ണം എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? ആയിരിക്കും. അടുത്ത, ഹൂ ഈസ് ദ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആരായിരുന്നു? അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു. ഇന്നത്തെ ആരാണെന്ന് നമുക്കറിയാം. ആരാണ്? നിർമ്മല സീതാരാമനാണ്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദി. ഹോം അഫയേഴ്സ് ആണെങ്കിൽ അമിത് ഷായാണ്. ഡിഫൻസ് രാജ്നാഥ് സിംഗ് ആണ്. ഫിനാൻസ് നിർമ്മല സീതാരാമനാണ്. റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് നിതിൻ ഗഡ്കരിയാണ്. റെയിൽവേ മിനിസ്റ്റർ എന്ന് പറയുന്നത് അശ്വിനി വൈഷ്ണവാണ്. റെയിൽവേ നോക്കി വെച്ചു. നെക്സ്റ്റ്, ആൻ ഇലക്ട്രിക് ബൾബ് ഓഫ് 100 വാട്ട്. ഒരു ഇലക്ട്രിക് ബൾബ് ഉണ്ട്. അതിൻ്റെ പവർ എന്ന് പറയുന്നത് എത്രയാണ്? 100 വാട്ട് പവറാണ്. അത് 9 മണിക്കൂറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എത്ര യൂണിറ്റ് എനർജിയാണ് കൺസ്യൂം ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് എനർജിയാണ്. എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് പവർ ഇൻറ്റു ടൈമാണ്. പക്ഷേ പവർ എടുക്കേണ്ടത് നമ്മൾ എന്തിലാണ്? വാട്ടിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബൈ 1000 കൂടെ കൊടുക്കണം. എന്തുകൂടെ കൊടുക്കണം? ബൈ 1000 കൂടെ കൊടുക്കണം. അപ്പോൾ എനർജി നമുക്ക് കണ്ടുപിടിക്കാം. പവർ എത്ര? 100 ഇൻറ്റു എത്ര മണിക്കൂർ? ടൈം ഇൻ അവർ ആണ്. ടൈം ഇൻ അവർ എത്രയാണ്? 9 ബൈ എന്താണ്? 1000. അപ്പോൾ എത്രയാണ്? 900 ബൈ 1000. അപ്പോൾ എത്ര? 0.9 വരും. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. ഫോർമുല എഴുതി വെച്ചോ. എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി കൺസ്യൂംഡ് കറണ്ടാണ്. പവർ ഇൻ വാട്ട്. പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ അവർ ഡിവൈഡഡ് ബൈ എന്താണ്? 1000. കാരണം ഈ വാട്ടിനെ കിലോ വാട്ട് ആക്കാനാണ് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, മോഡേൺ പീരിയോഡിക് ടേബിൾ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? അത് അറ്റോമിക് നമ്പറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. പീരിയോഡിക് ടേബിൾ പഠിച്ചോടേ പോകാവൂ. ഫസ്റ്റ് ഡിജിറ്റൽ വില്ലേജ് എന്ന് പറയുന്നത് അഗോദരയാണ്. ഫസ്റ്റ് ഡിജിറ്റൽ വില്ലേജ് അതെവിടെയാണ്? ഗുജറാത്തിലാണ്. 2015 ICICI ബാങ്കിൻ്റെ ഡിജിറ്റൽ വില്ലേജ് പ്രോജക്റ്റ് പ്രകാരമാണ് അഗോദര എന്താകുന്നത്? ഡിജിറ്റൽ വില്ലേജ് ആയിട്ട് മാറുന്നത്. കോഹിമ എന്ന് പറയുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഗ്രീൻ വില്ലേജ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ ഇന്ത്യ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുന്നത് നരേന്ദ്രമോദിയാണ്. ജൂലൈ 1, 2015 അത് ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ. ചിലപ്പതികാരവും മണിമേഖലയും ഏത് ഭാഷയിലാണ്? അതെല്ലാവർക്കും അറിയാം. തമിഴിലാണ് ചിലപ്പതികാരവും മണിമേഖലയും ഒക്കെ അല്ലേ. അടുത്തത്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ 2 ഒബ്ജക്ട്സ്. 2 ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വിളിക്കുന്ന പേര് സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണോ? അല്ല. ഇലക്ട്രോമാഗ്നറ്റിക് ആണോ? അല്ല. സെൻട്രിഫ്യൂഗൽ ആണോ? അല്ല. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. 2 മാസ്സുള്ള ഒബ്ജക്റ്റുകൾ തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകുമെന്നും ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസും അതുപോലെ തന്നെ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം എന്നും പറഞ്ഞത് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ്. ഇതാണ് ഇതിൻ്റെ ഫോർമുല. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ പറയുന്ന ചോദ്യപേപ്പറിൽ ജനറൽ സയൻസ് ജനറൽ അവയർനെസ് ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. സോ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ തന്നെ നമ്മൾ നമ്മുടെ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.